ഗോഡ് ഫാർ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ലോർഡ്. നമുക്ക് ഇന്ന് ചിന്തിക്കാൻ കഴിയുന്ന എന്താണെന്ന് നോക്കാം. എന്താണ് സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി വിത്ത് ക്രൈസ്റ്റ് ഹാസ് മേഡ് us free and be not entangled again with the yoke of bondage. ആദ്യമായി ഒരു കാര്യം പറയട്ടെ. ഫോർ ബദൻ യു ഹാവ് കാണ്ടർ ലിബർട്ടി, നാം എന്നെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. ഇത് റിപ്ലൈ 4 ആണ്. ഫോർ ബദൻ യു ഹാവ് കാണ്ടർ ലിബർട്ടി, അതായത് വി.ഡി. സതീശനുള്ള റിപ്ലൈ 4 ആണ്. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ് കാസിൻ്റെ ഇമേജിനേഷൻ, സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുവുമായി സ്വതന്ത്രമാക്കി ആകയാലിൽ ഉറച്ചു പിന്നെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. നമുക്ക് ക്രിസ്തേശന്റെ കൃപയിൽ ധാരാളമായിട്ട് ആശ്രയിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ ബദൻ യു ഹാവ് കാൽബർട്ടി. ഇപ്പം നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, മനസ്സിലായില്ലേ, തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന വി.ഡി. സതീശനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുമുമ്പ് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ ഇപ്രകാരം വായിക്കുന്നു. എന്താണ്, ജീസസ് ക്രൈസ്റ്റ്, അതായത് ബൈബിളിലെ വാക്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു കൺഫെഷൻസ് ഇങ്ങനെ പറയാൻ പറ്റും. വേർഡ് ഓഫ് ഗോഡും കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കണക്ട് ചെയ്ത് ചിന്തിക്കുക. Our one Lord said Jesus Christ himself took our infirmities and bore our sicknesses. By his stripes we are healed എന്ന് നമുക്ക് കാണാൻ കഴിയും. So every blood disorders, every brain disorders, every asthma, allergies and every COPD, lungs infections, heart infections, cardiac arrest and all kinds of varicose vein problems and all kinds of brain tumors and all kinds of deadly diseases, blood disorders, all kinds of allergies, all kinds of health issues, all kinds of sleeping apnea problems and endocrine pancreatic problems and every kinds of these chest infections and chest pain and every discomfort of the chest, etc., and every discomforts of kidney and every discomforts and diseases that affected in the respective body parts, etc., and every deadly diseases be pulling down strongholds, casting down imaginations as free BC, and every deadly diseases be broken, be cancelled and be destroyed completely in the name of our one Lord Jesus Christ. Giving thanks God Father from the Savior as free BC. നാം എന്നെ അടിമത്തിൽ കുടിപ്പരുത്. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ്, കാസ്റ്റിംഗ് ഡൗൺ ഇമേജിനേഷൻസ്. നമുക്കുള്ള മഹാപുരുതം നമ്മുടെ ബലഹീനതകൾ സാധാരണ കാണുവാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സകലത്തിനും നമുക്ക് തുല്യനെ പരീക്ഷിക്കപ്പെട്ടനത്രേ നമുക്കുള്ളത്. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ്, കാസ്റ്റിംഗ് ഡൗൺ ഇമേജിനേഷൻസ്, നാം എന്നെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. ലിവിംഗ് ഗോഡ് ഹൂ ഗീവ്സ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്, എവരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് എവരി പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് കമ്മിങ് ഫ്രം അബോവ് ദ ഫാദർ ഓഫ് ലൈറ്റ്സ്. സോ എവരി കൈൻഡ്സ് ഓഫ് ഡെഡ്ലി ഡിസീസസ് be broken, be cancelled and be destroyed completely in the name of our Lord Jesus Christ. Giving thanks God Father from the Savior of the Lord. And also every kinds of Jamaat Islami and every Muslim League, Jamaat Islami and every Sanatana Dharma cheatings, etc. also be both past, present and future and various songs be broken, be cancelled and be destroyed completely in the name of our Lord Jesus Christ. Pulling down strongholds, namine adimathil kudingiporudhu and be not entangled again with the yoke of bondage as free BC. Again thanks God Father from the Savior, namine adimathil kudingiporudhu. For brethren you have conquered liberty as free BC and pulling down strongholds, casting down imaginations and be not entangled again with the yoke of bondage. God is not the as free BC. God is not your confusion but a peace. Again thanks God Father from the Savior of the Lord, exceeding joy, great joy, Lord of peace. നമുക്ക് ക്രൈസ്റ്റ് ജീസസിന്റെ കൃപയിൽ ധാരാളമായിട്ട് ആശ്രയിക്കാം. അപ്പോൾ വി.ഡി. സതീശനുള്ള റിപ്ലൈ 4 എന്നുള്ള അർത്ഥത്തിൽ നമുക്കൊന്ന് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം, നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് 30 വർഷത്തെയോ അല്ലെങ്കിൽ 2047 കേരളത്തെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മുസ്ലിം ലീഗ് ഒരു വശത്ത്, പിന്നെ അതുപോലെ തന്നെ ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്ന സനാതന ധർമ്മവാദികൾ ഒരു വശത്ത്, പണ്ടത്തെ ബ്രാഹ്മണിസം, ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, അതായത് ബ്രാഹ്മണന്മാർ നടക്കുമ്പോൾ ഇത്ര അടി മാറി ക്ഷത്രിയന്മാർ നടക്കണമെന്നും ക്ഷത്രിയന്മാർ നടക്കുമ്പോഴത്തേക്ക് മറ്റേ ഇത്ര അടി മാറി വൈശ്യന്മാർ നടക്കണമെന്നും, അതുപോലെ തന്നെ ചണ്ടാളൻ, ബ്രാഹ്മണ പുരുഷനും അതുപോലെ തന്നെ ശൂദ്ര സ്ത്രീക്കും ഉണ്ടായ കുഞ്ഞുങ്ങളാണ് ചണ്ടാല പുരുഷന്മാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചണ്ടാളന്മാരെന്ന് പറയുന്നത്. അവരെ തൊട്ട് തീണ്ടിക്കൂടായ്മ, അതായത് അൺടച്ചബിലിറ്റി. സ്വാതന്ത്ര്യത്തിന് മുമ്പേ അതുപോലെ തന്നെ ഒരു 200 വർഷത്തിന് മുമ്പേ അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു. വേദം, ഒരു കീഴ്ജാതിക്കാരൻ വേദം കേട്ട് കഴിഞ്ഞാൽ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്നും, അതുപോലെ തന്നെ കീഴ്ജീവനക്കാർ, അതായത് കീഴ്ജാതിക്കാർ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയുടെ ക്രമം വേറെയാണെന്നും, എണ്ണയിൽ മുക്കുന്നു, പിന്നെ അതുപോലെ തന്നെ പാമ്പിന്റെ മണത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു, കടുവയുടെ ഗുഹയിലേക്ക് കൂട്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നു, അതുപോലെ തന്നെ അവരെ കൈകൾ വെട്ടുന്നു, കാലുകൾ വെട്ടുന്നു, ചൂടേറിയ ഇരുമ്പ് പഴുപ്പിച്ച് ജാതിക്കാരുടെ നെഞ്ചിലേക്ക് ഭാരമുള്ള ഇരുമ്പ് പഴുപ്പിച്ച് ചുട്ടിങ്ങനെ വയ്ക്കുന്നു, മറ്റേ അയൺ ബോക്സ് തേക്കുന്നത് പോലെ വയ്ക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള സനാതന ധർമ്മവാദികളുടെ ക്രൂരതകളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് മാത്രവുമല്ല, മനസ്സിലാവുന്നുണ്ടോ, ബ്രാഹ്മണന്മാർക്ക് മറ്റവർക്കും മുറജപോന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ അങ്ങ് പത്മനാഭ ക്ഷേത്രത്തിൽ പോയിരുന്ന് എന്ത് ചെയ്താൽ മതി, വയറ് നിറച്ചങ്ങ് തിന്നാൽ മതി. ചങ്ങമ്പുഴയുടെ മറ്റേ വാഴക്കുല എന്ന് പറയുന്നില്ല, കീഴ്ജാതിക്കാർ നട്ടതായിട്ടുള്ള വാഴക്കുലയൊക്കെ കൂലി കൂടാതെ എടുത്തിട്ട്
മേൽ ജാതിക്കാർക്ക് വേണ്ടി, സവർണ്ണ ജാതികൾക്ക് വേണ്ടി പകൽ മൊത്തം പണിയെടുപ്പിച്ചിട്ട് ഒരു കൂലിയും കൊടുക്കാതെ രാത്രിയാകുമ്പോൾ നിലാവെളിച്ചത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഉപജീവനത്തിനായിട്ട് അത് തന്നെ 1/3 ടാക്സ് ആണ്. ബാക്കി മേലാളന്മാർക്കും സവർണ്ണ ജാതികൾക്കും പോകുന്നതാണ്. അങ്ങനെയുള്ള ചൂഷണങ്ങളെല്ലാം സനാതന ധർമ്മവാദികളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഗ്രന്ഥത്തിൽ ഇന്ദ്രൻ ചെയ്ത ക്രൂരതകൾ പറഞ്ഞു കഴിഞ്ഞാൽ കൈയും കണക്കുമില്ല. മഹർഷിമാരുടെ ഭാര്യ മോഹിക്കുന്നതും, പിന്നെ വേഷം മാറി മനസ്സിലായില്ലേ അഹല്യരെടുത്ത് ചെന്നതും, പിന്നെ ഇന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൂവൻകോഴിയുടെ പേര് പറയാനൊക്കത്തില്ല. പൂവൻകോഴിയുടെ പേര് പറയാനൊക്കത്തില്ല. കാരണം പൂവൻകോഴി എന്ന് വെച്ചാൽ മാന്യമായിട്ടുള്ള പക്ഷിയാണ്. മാത്രമല്ല അതിരാവിലെ കഴിഞ്ഞിട്ട് ഓ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വിളിച്ചുണർത്തുന്നതായിട്ടുള്ള ഒരു പക്ഷിയാണ്. അപ്പൊ അതുകൊണ്ട് പൂവൻകോഴിയുടെ പേര് പറഞ്ഞാൽ നാറും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ പൂവൻകോഴി നാറും. അതുകൊണ്ട് പൂവൻകോഴിക്ക് അങ്ങനെ ഒരു നാറ്റം വരാതിരിക്കാൻ, പൂവൻകോഴി ഒരു മാന്യമായ പക്ഷിയായതുകൊണ്ട് അതിനങ്ങനെ ഒരു നാറ്റം സംഭവിക്കാതിരിക്കാനും, അതുപോലെ തന്നെ എന്താണ് പിന്നെ മറ്റു മൃഗങ്ങളെ അപമാനിക്കാതിരിക്കാനും പൂവൻകോഴിയുടെ പേര് പറയുന്നില്ല. അതുപോലെ തന്നെയാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. 19 സ്ത്രീകളോ അല്ലെങ്കിൽ അനവധി പുരുഷന്മാരും പിന്നെ ഭർത്താക്കന്മാരും അച്ഛന്മാരും സഹോദരന്മാരും ഉള്ളവരൊക്കെ വെട്ടിക്കൊന്നിട്ട് ആ ഭാര്യമാരെ ലൈംഗിക അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ കൂടെ രാത്രി കുളിക്കാതെ ശയിക്കുക എന്നുള്ളതാണ് മുഹമ്മദിന്റെ രീതി. അവനെ നബി നാര് പറയുന്നോ ആ വ്യക്തി എന്ത് ചെയ്യണം, ഒന്ന് ശോധന ചെയ്യണം. എന്ന് മാത്രമല്ല അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരെ ചൊറിയണം വെട്ടി അടിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. വി.ഡി. സതീശൻ ഇപ്പം നിയുക്ത മുഖ്യമന്ത്രിയായിട്ട് എന്താണ് റിപ്ലൈ 4 എന്നുള്ള അർത്ഥത്തിൽ ഇപ്പം എന്താണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ വി.ഡി. സതീശന് ചില പിന്നെ എന്താണ് മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് വി.ഡി. സതീശന്, എനിക്ക് വി.ഡി. സതീശനോട് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയോട് നമുക്ക് തീർച്ചയായിട്ടും പോരാട്ടമുണ്ട്. അതുപോലെ തന്നെ എന്താണ് പിന്നെ മുസ്ലിം ലീഗിനോടും പോരാട്ടമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പിന്നെ വി.ഡി. സതീശന്റെ ഫ്രണ്ടായിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ എന്താണ് മുസ്ലിം ലീഗിനെയും കാൾ ഔട്ട് ചെയ്യേണ്ടത്, തുറന്നു കാണിക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ഫോർ ബദനി ഹാങ് കാർഡർ ലിബർട്ടി പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ് ക്യാൻസിൻ്റെ ഓൺ ഇമേജിനേഷൻസ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ക്ലാസ്സിലെ മറ്റ് കാര്യങ്ങളൊക്കെ കടക്കാം. ഇസ്ലാം മതത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച് എന്താണെന്ന് നോട്ടിച്ച് പറഞ്ഞുതരാം. ഫോർ ബദനി ഹാങ് കാർഡർ ലിബർട്ടി എന്ന് മാത്രമല്ല ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ക്രൈസ്റ്റ് ജീസസ് ഇതാ ഇന്നലെയും എന്നെ വിടുവിച്ചു. ഫോർ ബദനി ഹാങ് കാർഡർ ലിബർട്ടി, അതായത് പിന്നെ പല മരണഭീതികളിൽ നിന്നും പലവിധമായിട്ടുള്ള അസുഖങ്ങളിൽ നിന്നും പലവിധമായിട്ടുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നമെന്ന് തോന്നുന്ന അനുഭവത്തിൽ നിന്നും അല്ലെങ്കിൽ ആ അനുഭവത്തിൽ നിന്നൊക്കെയും ശ്വാസമുട്ടിൽ നിന്നും അതുപോലെ തന്നെ കഫക്കെട്ടിൽ നിന്നും അതുപോലെ തന്നെ പല വേദനകളിൽ നിന്നും ചില മെന്റൽ ട്രോമയിൽ നിന്നൊക്കെയും ക്രൈസ്റ്റ് ജീസസ് എന്ത് ചെയ്തു, വിടുവിച്ചിരിക്കുന്നു. അപ്പം ബൈബിളിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ പറയാൻ പറ്റും. താങ്ക് യു ഓർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ സേവ് മീ ഫ്രം all my deadly diseases and save me from all the allergies and blood disorders and heart dysfunctions and all the lungs dysfunctions etc. He took our infirmities and bore our sicknesses. By his stripes we are healed. Stand fast, pulling down strongholds, canceling out imaginations. Stand fast, liberty earth, Christ has made us free and we not entangled again with the yoke of bondage. Christ Jesus പൂർണ്ണമായിട്ട് വിടുവിച്ചെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. മാത്രമല്ല ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് മറ്റേ ടെസ്റ്റ്, അവസാനം മനസ്സിലായി മനുഷ്യൻ്റെ പണം പോകുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം എത്രത്തോളം സൗഖ്യമാവും, പൂർണ്ണമായിട്ട് സൗഖ്യമാവും ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. എന്നാൽ ക്രൈസ്റ്റ് ജീസസിൻ്റെ അടുത്തേക്ക് നമുക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരും എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാക്കിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. മൈ യോക്കീസ് ഈസി ആൻഡ് മൈ ബർഡനീസ് ലൈറ്റ് എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ക്രൈസ്റ്റ് ജീസസിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, സൗഖ്യം ഉണ്ടാവും. ബൈബിൾ വായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദെൻ യു ആൻഡ് യുവർ ഫാമിലി ബി സേവ്ഡ്. മറ്റൊരുത്തന്നെ രക്ഷയില്ല. നാം രക്ഷരാപ്പാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമല്ല. ജീസസ് ക്രൈസ്റ്റിനെ ലോർഡെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവരെ അദ്ദേഹത്തെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതായത് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി എന്താണ് പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ് ഏറ്റുപറയുകയും ചെയ്യും. ബൈബിൾ ഇപ്രകാരം വായിക്കുന്നു, ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദെൻ യു ആൻഡ് യുവർ ഫാമിലി ബി സേവ്ഡ്. ദെർ ഈസ് സാൽവേഷൻ, neither is there salvation in any other. For there is none other name under heaven given among men whereby we must be saved. If you confess with your mouth that Jesus Christ is Lord and believe with your heart that God has raised him from the dead, then you shall be saved. For with the heart man believeth unto righteousness, and with the mouth confession is made unto salvation. For whoever calls upon the name of the Lord shall be saved. If a person believeth and is baptized in the name of our Lord and Jesus Christ, then that person shall be saved. If a person believeth not, that person shall be condemned. Christ ജീസസിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. എവരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് എവരി പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് കമ്മിങ് ഫ്രം അബോവ് ദ ഫാദർ ഓഫ് ലൈറ്റ്സ്, എ ലിവിംഗ് ഗോഡ് ഹൂ ഗീവ്സ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്.
മാത്രമല്ല മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഈ ലോകത്തിനോ വരുവാൻ പോകുന്ന ലോകത്തിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ക്രിസ്തുവുള്ള ഗോഡ്ലി ലെവൽ നമ്മളെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന് നാം ഉറച്ചിരിക്കുന്നു. പുള്ളിങ് ഡൗൺ ഓഫ് നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. ക്രൈസ്റ്റ് കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. മാത്രമല്ല നമ്മുടെ പൗരത്വം ആ സ്വർഗ്ഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവ് യേശു ക്രിസ്തു രക്ഷിതാവായി നാം കാത്തിരിക്കുന്നു. അവിടെ നിന്ന് കർത്താവ് യേശു ക്രിസ്തു രക്ഷിതാവായി വരുമ്പോൾ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തിയുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തിന് മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമുക്ക് ഇപ്രകാരം ചിന്തിക്കാം: കർത്താവൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളത്തോടും കൂടി സ്വർഗ്ഗത്തിൽ നിറങ്ങിയിരിക്കുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ബാക്കി ജീവനോട് ശേഷിക്കുന്ന നാം അവരൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ ലോഡിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും ലോഡിനോട് കൂടിയായിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവിൻ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-18 വരെ വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാം പുള്ളിങ് ഡൗൺ ഓൾസോ ക്യാസ്റ്റിംഗ് ഓൺ ഇമാജിനേഷൻസ് ആൻഡ് ബി നോട്ട് എന്റേങ്കിൾഡ് അഗൈൻ ഇൻ ദി യോക്ക് ഓഫ് ഗോഡ് ഈസ് നോട്ട് ദി അതർ ഓഫ് കൺഫ്യൂഷൻ ബട്ട് ഓഫ് പീസ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-18 വരെ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഹൂ ഷാൽ ഡെലിവർ മീ ഫ്രം ദ ബോഡി ദിസ് ഡെത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രൈസ്റ്റ് ജീസസിന്റെ കൃപയിൽ നമുക്ക് ധാരാളമായിട്ട് ആശ്രയിക്കാം. എന്ന് മാത്രമല്ല, ഹു ഹാസ് ഡെലിവേർഡ് അസ് ഫ്രം സോ ഗ്രേറ്റ് ഡെത്ത് ആൻഡ് ഡോത്ത് ഡെലിവർ ഇൻ ഹൂം ഹി ട്രസ്റ്റ് ദാറ്റ് ഹി വിൽ ലെറ്റ് ഡെലിവർ അസ്. ഇനി മറ്റൊരു കാര്യം പറയാമെന്നുണ്ടെങ്കിൽ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും ഓരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവരന്റെ മരണഭീതിയിലെ അടിമകളായിരുന്നവരൊക്കെ പിടിച്ചു. ദൂതന്മാരെ സംരക്ഷണം ചെയ്യാനുള്ള അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യാൻ അത്രയും അവരുടെ ജീസസ് ക്രൈസ്റ്റ് കടന്നു വന്നത്. പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോഹോൾസ്. For as much then as the children are partakers of flesh and blood, he also himself likewise took part of the same, that through death he might destroy him that had the power of death, that is the devil, and deliver them who through fear of death were all their lifetime subject to bondage. For verily he took not on him the nature of angels, but he took on him the seed of Abraham. Wherefore it behoved him to be made like unto his brethren, that he might be a merciful and faithful high priest in things pertaining to God, to make reconciliation for the sins of the people. For in that he himself has suffered being tempted, he is able to succor them that are tempted. Pulling down strongholds, canceled on imaginations. നാം ഇനി അടിമത്തിൽ കുടുങ്ങി പോരുത്. പിന്നെ നമുക്ക് ക്രൈസ്റ്റ് ജീസസിന്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രൈസ്റ്റ് ജീസസ് നമ്മളെ വിടുവിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Pulling down strongholds, canceled out imaginations. നമുക്ക് ചിന്തിക്കാൻ പറ്റും. Who has delivered us from so great a death and doth deliver, in who trust that he will let it deliver us. He himself took our infirmities and bore our sicknesses. By his stripes we are healed. Pulling down strongholds, canceled out imaginations and be not entangled again with the yoke of bondage. പിന്നെ ബൈബിൾ വായിക്കുന്ന യഹോവയുടെ പ്രാണന് മരണത്തിൽ നിന്ന് കണ്ണീരിനെ പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് ക്യാൻസൽ ഓൺ ഇമാജിനേഷൻസ് ആൻഡ് ബി നോട്ട് എൻറ്റേങ്കിൾഡ് അഗൈൻ വിത്ത് ദ യോക്ക് ഓഫ് ബോണ്ടേജ്. ഫോർ ബദൻ യു ഹാവ് കാണ്ടർ ലിബർട്ടി. യഹോവയുടെ പ്രാണന് മരണത്തിൽ എൻ്റെ കണ്ണിനെ കണ്ണീരിൽ നിന്ന് എൻ്റെ കാലിനെ God is not the other confusion but a peace. Stand fast and liberty where the Christ has made us free and be not entangled again with the yoke of bondage. യഹോവയുടെ പ്രാണനെ മരണത്തിൽ നിന്ന് കണ്ണിനെ കണ്ണീരിൽ നിന്ന് കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. പുള്ളിങ് ഡൗൺ സ്ട്രോൾസ്. സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി where the Christ has made us free and be not entangled again with the yoke of bondage. യഹോവയുടെ പ്രാണന് മരണത്തിൽ നിന്ന് കണ്ണിനെ കണ്ണീരിൽ നിന്ന് കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. പുള്ളിങ് ഡൗൺ സ്ട്രോൾസ്. നമുക്ക് ക്രൈസ്റ്റിന്റെ കൃപയിൽ ധാരാളമായിട്ട് ആശ്രയിക്കാം. പിന്നെ അതുപോലെ തന്നെ വി ഡി സതീശന്റെ ഫ്രണ്ടായിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അവർ ദുഷിച്ച സംഘടനയിൽ നിന്നും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് സംഘടനയിൽ നിന്നും ക്രൈസ്റ്റ് ജീസസ് നമ്മളെ വിടുവിച്ചിരിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് താങ്ക് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്ദി പറയാൻ പറ്റും. താങ്ക് യു അവർ ലോർഡ് ഫോർ ജീസസ് ക്രൈസ്റ്റ് ഫോർ ഡെലിവറിംഗ് us from all our deadly enemies, from all our enemies in the name of our Lord Jesus Christ. Giving thanks to God the Father and the Savior, the Lord. Pulling down strongholds. ഈ ഭീകര ആനക്കൊണ്ടയിൽ നിന്നും ക്രിസ്ത്യസ് നമ്മളെ വിടുവിച്ചതിനെ ഓർത്ത്, എല്ലാ ഡെഡ്ലി ഡിസീസസിൽ നിന്നും മരണത്തിൽ നിന്നും ക്രിസ്ത്യസ് നമ്മളെ രക്ഷിച്ചതിനെ ഓർത്ത് താങ്ക് യു അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഡെലിവറിംഗ് us, for saving us from all the deadly diseases and saving us from all the Jamaat Islami activities and from league activities in the name of our Lord Jesus Christ. Giving thanks to God the Father through the Savior the Lord. Pulling down of നാം ഇനി അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. For brethren you have called unto liberty. Giving thanks to God Father from the Savior the Lord. For brethren you have called unto liberty. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇത് മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. ഈ പറയാൻ പോകുന്ന, അതായത് ഈ മുസ്ലിങ്ങളുടെ എല്ലാ തിന്മയിൽ നിന്നും മുൻകൂട്ടി നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന എന്താണ്, അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ കൂടെയുണ്ട്. മൈ പ്രസൻസ് ഷാൽ ഗോ ബിഫോർ യു എന്നാണ് വായിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ക്രൈസിസിന്റെ പ്രസൻസ് നമ്മുടെ മുമ്പാകെ പോകും, നമ്മളെ വിടുവിക്കും. മുൻപടയും പിൻപടയും സൈഡിലൊക്കെ ക്രിസ്തേശം മുകളിലും താഴെയും കൂടെ ഇരിക്കും. ക്രൈസിസിൽ നമ്മൾ കവേർഡ് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ക്രൈസിസ് നമ്മളെ വിടുവിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ബൈബിൾ തന്നെ വായിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. ഫോർ ഹോർ കാൾസ് അപ്പോൺ ദ നെയിം ഓഫ് ദി ലോർഡ് ഷാൽ ബി സേവ്ഡ്. പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ്.
നാം എന്നെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. ഈ പർവ്വതത്തോട് ബി അപ്രൂട്ടഡ് ആൻഡ് ബി അപ്രൂട്ടഡ് ആൻഡ് ബി പ്ലാന്റഡ് ഇൻ ദ സീ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വിശ്വസിച്ച് കൽപ്പിക്കുമ്പോഴത്തേക്കും അതങ്ങനെ നീങ്ങിയിരിക്കും. അത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നീങ്ങിക്കൊണ്ടിരിക്കും. അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, അതുപോലെ യാചിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുവിന്നവന് തുറക്കുന്നു, യാചിക്കുന്നവന് ലഭിക്കുന്നു. അത് തക്ക സമയത്ത് ക്രൈസ്റ്റ് ജീസസ് നമുക്ക് നൽകും. വിശ്വാസം കൈവിടാതെ മുന്നേറുക. നമുക്ക് ക്രൈസ്റ്റ് ജീസസിന്റെ കൃപയിൽ ആശ്രയിച്ച് ഇപ്രകാരം ചിന്തിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച എന്താണ്? 9:5 വായിക്കുന്നു. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളൊന്ന് ഓട്ടിച്ച്, അതായത് ബഹുദൈവ വിശ്വാസികളെ എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുക, അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക എന്ന് വായിക്കുന്നു. മാത്രമല്ല മുസ്ലിമായി പശ്ചാത്തപിക്കുകയും സക്കാത്തൊക്കെ ചെയ്യുന്ന വർഷം അവരെ അവരെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നു. ഇനി മറ്റൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് 9:121 ഖുർആൻ 9:121 എന്താണ് വായിക്കുന്നത്? മനസ്സിലാകുന്നുണ്ടോ? സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. എങ്ങനെയുണ്ട് മനസ്സിരിപ്പ്? മനസ്സിലാകുന്നുണ്ടോ? മുസ്ലിങ്ങളുടെ മനസ്സിരിപ്പ് മനസ്സിലായ? അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ എന്ത് ചെയ്യുക? യുദ്ധം ചെയ്യുക എന്നാണ് വായിക്കുന്നത്. സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ നിങ്ങൾ രൂക്ഷത കണ്ടെത്തണം എന്നാണ് വായിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി 9:73 എന്താണ് വായിക്കുന്നത്? നബിയെ സത്യനിഷേധികളോടും കപട വിശ്വാസികളോടും സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക, അവർക്കുള്ള സംഖ്യ നരകമത്രേ. പിന്നെ മുസ്ലിം പള്ളി പോയി പറഞ്ഞാൽ മതി. ഇവിടെ എങ്ങനെ പറയണ്ട? പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ് ക്യാൻസനോട് ഇമേജിനേഷൻസ് 66:9 വായിക്കുന്നു. ഓ നബി സത്യനിഷേധികളോടും കപട വിശ്വാസികളോടും നീ സമരം ചെയ്യുക, അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. അങ്ങ് മുസ്ലിം പള്ളി പോയി പറഞ്ഞാൽ മതി. പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ് നാമിനെ അടിമത്തിൽ കൂടി വരുത്. പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ് ക്യാൻസനോട് ഇമേജിനേഷൻസ്. ഇനി അടുത്തത് പിന്നെന്താണ്? എന്നാൽ ജീസസ് ക്രൈസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മേരി ആജ്ഞ യഹ് ജയ്സ മേംനെ തുംസെ പ്രേം രഖ ബൈസഹി തും ഭി ഏക ദൂസരെ സെ പ്രേം രഖോ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. ദിസ് ഈസ് മൈ കമാൻഡ്മെന്റ് ദാറ്റ് യു ലവ് വൺ അനദർ ആസ് ഐ ഹാവ് ലവ്ഡ് യു. ഇനി പിന്നെ അതുപോലെ തന്നെ 9:111 നമ്മൾ ഡിസ്കസ് ചെയ്തു. അവരുടെ ധനവും അവരുടെ ദേഹങ്ങളും ധനവും അല്ലാഹു വാങ്ങിയിരിക്കുന്നു. അവരുടെ കപടദേവൻ എന്നുവെച്ചാൽ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ പൊട്ടിത്തെറിക്കാനും ആളുകളെ ബോംബ് വെച്ച് കൊല്ലാനും ക്രൂരത ചെയ്യാനും ഇങ്ങനെയുള്ള മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവരെ ക്രൂരദേവൻ വാങ്ങിയിരിക്കുന്ന വായിക്കുന്നത്. അതുകൊണ്ട് കപടത തിരിച്ചറിയുക. നേരത്തെ പറഞ്ഞ പിന്നെ അവർ ഓൺലോഡ് ജീസസ് ക്രൈസ്റ്റിന്റെ കൃപയിൽ ആശ്രയിച്ച് രക്ഷപ്പെടുക. ഔട്ട് ഓഫ് ഹിസ് ഫുൾനെസ് വി ആൾ റിസീവ്ഡ് ഗ്രേസ് അഗെയിൻസ്റ്റ് ഗ്രേസ്, ഗ്രേസ് ഓർ ഗ്രേസ്. ന്യായപ്രമാണം മോശം മുഖാന്തരം വെച്ച് കൃപയും സത്യവും നമ്മുടെ അവർ ഓൺലോഡ് ജീസസ് ക്രൈസ്റ്റ് മുഖാന്തരം ലഭിച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നേറുക. For within you have encountered liberty. The gift of God is eternal life through Jesus Christ our Lord. The wages of sin is death. The gift of God is eternal life through Jesus Christ our Lord. For God so loved the world that He gave His only begotten Son, that whoever believes in Him shall not perish but everlasting life. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് മുന്നേറാം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാവുന്നു. ക്രൈസ്റ്റ് ജീസസിൽ വിശ്വസിക്കുന്നവരുടെ പൗരത്വം സ്വർഗത്തിലാവുന്നു. ക്രൈസ്റ്റ് ജീസസിൽ അദ്ദേഹത്തിന്റെ നാമത്തിൽ ബാപ്റ്റിസം സ്വീകരിക്കുന്നവരുടെ പൗരത്വം സ്വർഗത്തിലാവുന്നു. ക്രിസ്ത്യേശനെ ധരിക്കുകയാണ് സ്നാനത്തിൽ കൂടെ എന്ത് ചെയ്യുന്നത്? ബാപ്റ്റിസത്തിൽ കൂടെ നാം ചെയ്യുന്നത്. ക്രൈസ്റ്റ് ജീസസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിയർ ചെയ്യുന്നു, അല്ലെങ്കിൽ പുട്ട് ഓൺ ചെയ്യുന്നു. പുള്ളിംഗ് ഡൗൺ ബാപ്റ്റിസത്തിൽ കൂടെ ക്രൈസ്റ്റ് ജീസസ് നമ്മൾ എന്ത് ചെയ്യുന്നു? പുട്ട് ഓൺ ചെയ്യുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർ ബദൻ യു ഹാവ് എൻകൗണ്ടർഡ് ലിബർട്ടി. 8:12 വായിക്കുന്നത്, നിന്റെ രക്ഷിതാവ് മലക്കൾക്ക് ബോധനം നൽകി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതിനാൽ സത്യവിശ്വാസങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. സത്യനിഷേധികളുടെ മനസ്സിൽ ഞാൻ ഭയമിട്ട് കൊടുക്കുന്നതാണ്. അതിനാൽ കഴുത്തുകൾക്കുമിതേ നിങ്ങൾ വെട്ടിക്കൊടുക്കുക, അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുക. എങ്ങനെയുണ്ട്? മാത്രമല്ല ബൈബിൾ വായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെ സുഖത്തിന്റെ ആത്മാനത്ര ഗോഡിസിപ്പിൾ ദൈവമൊക്കെ നൽകിയത്. നാമോ പിന്നെയും ഭയപ്പെടേണ്ടതിന് ബന്ധനത്തിന്റെ ആത്മാനല്ല, അബാബദം എന്ന് വിളിക്കുന്ന സൺഷിപ്പിന്റെ ആത്മാനത്ര പ്രാപിച്ചത്. ക്രൈസ്റ്റ് ജീസസിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. 5:77 നമ്മൾ ഇന്നലെ ചിന്തിച്ചു. സത്യവിശ്വാസികളെ ഇവരുടെ കപടദേവൻ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന വിശിഷ്ട വസ്തുക്കൾ നിങ്ങൾ നിഷിദ്ധമാക്കരുത്. അതായത് ബലാത്സംഗം, കൊലപാതകവും അന്യ സ്ത്രീകളെ മോഹിക്കുന്നതും അല്ലെങ്കിൽ അന്യന്റെ വസ്തുക്കളൊക്കെ മോഹിക്കുന്നതും അവരെ അപായപ്പെടുത്തുന്നതും ക്രൂരത ചെയ്യുന്നതും, അതായത് ഇപ്പം ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് ചെയ്യുന്നത് പോലെ അങ്ങനെയുള്ള ക്രൂര പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് എന്ത് ചെയ്യും? മുസ്ലിം മതം ആഹ്വാനം ചെയ്യുന്നത്. എന്നാൽ ക്രൈസ്റ്റ് ജീസസിൽ വിശ്വസിക്കുന്നവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനും ആ വക പാപങ്ങളിൽ നിന്നും ആ വക തിന്മകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കാൻ ക്രൈസ്റ്റ് ജീസസ് നമുക്ക് എന്ത് ചെയ്യും? ധാരാളം കൃപ നൽകിയിട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് നൽകിയിട്ടുണ്ട്. ബിൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, സുനേസിയസ് ബിൻ എന്നൊക്കെ, അതായത് ഗ്രീക്കിൽ ഹീബ്രുവിലൊക്കെ പറയും. എടുത്ത് വായിച്ചു നോക്കുക. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞു, പിന്നെ റെഫറൻസ് സഹിതം പറഞ്ഞു, അൽ ബുഖാരി, അതായത് സഹി അൽ ബുഖാരി 7099, ഇൻ ബുക്ക് റെഫറൻസ് ബുക്ക് 92, ഹദീത്ത് 50 നമ്മൾ പറഞ്ഞത്. ഡ്യൂറിംഗ് ദ ബാറ്റിൽ ഓഫ് എന്താണ് അൽ ജമാൽ, ഇവരുടെ ദേവൻ ബെനിഫിറ്റഡ് മീ വിത്ത് എ വേർഡ് വെൻ ദ പ്രോഫറ്റ് ഹേർഡ് ദ ന്യൂസ് that the people of the Persia had met the daughter Khosrau their queen. He said, never will succeed such a nation as makes a woman their ruler. സ്ത്രീ ഭരണാധികാരിയെ പിന്നെ റൂളറാക്കി കഴിഞ്ഞാൽ ദേശം ഗുണം പിടിക്കത്തില്ലെന്ന് പറയും. ആ ദേശം ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്തോരം ദുരുപദേശമാണെന്ന് ആലോചിച്ച് നോക്കും ഇസ്ലാം ഭരണം എന്ന് പറയുന്നത്. മാത്രവുമല്ല പിന്നെ അടുത്ത നമ്മൾ വായിക്കുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് ഇപ്രകാരം വായിക്കാം.
എന്താണ് prayer is severed by a black dog and a woman who has reached the age of menstruation. അതായത് ഒരു കറുത്ത പട്ടിയും അതുപോലെ തന്നെ മെൻസസായ സ്ത്രീയും കടന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ പ്രാർത്ഥന എന്ത് ചെയ്യും, റദ്ദായി പോകുന്നതാണ് അവർ പറയുന്നത്. അതിന്റെ തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തെളിവ് സേതാ പറയുന്നത്. സഹിയ ദാരു സലാം സുന ഇബ്നു മാജ 949, ഇൻ ബുക്ക് റെഫറൻസ് ബുക്ക് 5 ഹദീത്ത് 147, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വോളിയം 1 ബുക്ക് 5 ഹദീത്ത് 949. ഇതൊക്കെയും മനസ്സിലാക്കുമ്പോൾ എന്താണ് ഇസ്ലാം മതം എത്രമാത്രം ഉടായ്പ, ക്രൂരം, പൈശാചികം, കിരാതം എന്നൊക്കെ മനസ്സിലാക്കുവാൻ ഓർ അൺലോഡ് ആൻഡ് സേവ് ജീസസ് ക്രൈസ്റ്റിന്റെ കൃപയാൽ ഒരു പ്രയാസവുമില്ല. ആസാനീസെ നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത നമ്മൾ വായിക്കുമ്പോൾ ഖുർആൻ ക്രിറ്റിസം തുടർച്ച, ദ ഹിസ്റ്ററി ഓഫ് അൽ തബരി. നോ ദ നോ പീപ്പിൾ യു ഹാവ് എ റൈറ്റ് ഓവർ യുവർ വൈസ്. അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, അതായത് അവർക്ക് എപ്പോഴും വേണമെങ്കിലും ഭാര്യമാരെ അടിക്കുവാനും, മനസ്സിലായി, എനി വൺ ഓഫ് ഹൂം യു ഡിസ്ലൈക്ക് ടു ട്രെഡ് യുവർ ബെഡ്സ് ആൻഡ് ദാറ്റ് they should not commit any open indecency. If they do, then God permits you to shut them in separate rooms and to beat them, but not severely. If they abstain from evil, they have the right. They have the right to their food and clothing in accordance with the custom. Treat women well, for they are like domestic animals with you, and do not possess anything. And do not possess anything for themselves. You have taken them only as a trust from God. അതായത് ഡൊമസ്റ്റിക് അനിമൽസിനെ പോലെ, വളർത്തു മൃഗങ്ങളെ പോലെ മാത്രമാണ് സ്ത്രീകളെ കാണുന്നത്. എന്തോ ഒരു കഷ്ടമാണെന്ന് നോക്കൂ, എന്തോ ഒരു കഠിനമാണെന്ന് നോക്കി ഇസ്ലാം മതം, എത്ര ക്രൂരവും പൈശാചികമാണെന്ന് നോക്കൂ. പിന്നെ അനദർ റെഫറൻസ് നമ്മൾ വായിക്കുമ്പോഴത്തേക്കും എന്താണ്, യു ഹു ബിലീവ് മേക്ക് നോട്ട് അൺലാഫുൾ ദ തയ്യബത്ത് ആൾ ദാറ്റ് ഈസ് ഗുഡ് റിഗാർഡ് ഫുഡ്സ് തിങ്സ് ബിലീവ്സ് വിച്ച് അങ്ങനെ അങ്ങ് പോകുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ റെഫറൻസ് എന്ന് വെച്ചാൽ ദ വോളിയം ഓഫ് ഹിസ്റ്ററി ഓഫ് അൽ തബരി വോളിയം 9 പേജ് നമ്പർ എന്താണ് 113 എന്നാണ് കാണിക്കുന്നത്. ഫോർ ബദനി യുഹാൻ കാലണ്ടറിനെ പറ്റി ദ ഹിസ്റ്ററി ഓഫ് അൽ തബരി വോളിയം 9 പേജ് 113 എന്നാണ് കാണിക്കുന്നത്. ഇനി അടുത്ത നോക്കുക. സയ്യൽ ബുഖാരി 4615 ഇപ്രകാരം വായിക്കുന്നു. പിന്നെ വി യൂസ്ഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഹോളി വാഴ്സ് carried on by the prophet, and we had no woman with us. So we said to the prophet, shall we castrate ourselves? But the prophet forbade us to do that, and thenceforth he allowed us to marry a woman temporarily by giving her even a garment. And then he recited, O you who believe, do not make unlawful the good things which Allah had made lawful for you. എത്ര ക്രൂരമാണെന്ന് നോക്കൂ. അതായത് യുദ്ധത്തിൽ അവർ നടന്നു പോയപ്പോഴത്തേക്ക് അവർക്ക് വികാരം മുത്തു. അപ്പോൾ അവർ തന്നെ ഷണ്ഡീകരിക്കട്ടെ എന്ന് ചോദിച്ചു. വേണ്ട, അന്നേരം നിങ്ങൾ തൽക്കാലം നിക്കാമത്ത വിവാഹം ചെയ്ത് ആ സ്ത്രീകളെ 3 ദിവസത്തേക്ക് താമസിച്ച് അവരെ വഞ്ചിച്ച് അവരെ ബലാത്സംഗം ചെയ്യുന്നില്ല, വ്യഭിചാരം ചെയ്യുമ്പോൾ പിന്നീട് അവരോട്ട് ഒരു ബന്ധമില്ല എന്നുള്ള അർത്ഥത്തിൽ ഈ കള്ളപ്രവാചകനെ മുഹമ്മദ് അവിടെ പറയുവാൻ തക്കൊണ്ട് ഇടയിൽ തരുന്നു. അത് സയ്യൽ ബുഖാരി 4615 എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ഇൻ ബുക്ക് റെഫറൻസ് ബുക്ക് നമ്പർ ബുക്ക് 65 ഹദീത്ത് 137, USC MSA വെബ് ഇംഗ്ലീഷ് റെഫറൻസ് വോളിയം 6 book 60 hadith 139. Another reference prove that Islam is cruel. Islamic International University of Islamabad. According to the research conducted by Human Rights Commission in 2012, in Pakistan in every 2 hours a woman is subjected to rape, and in 8 hours every 3 women is subjected to gang rape. എങ്ങനെയുണ്ട്? Forbidden Yohan Kalbert. According to a research conducted by the Human Rights Commission in 2012, in Pakistan forbidden Yohan Kalbert, in every 2 hours a woman is subjected to rape, and in 8 hours every 3 women is subjected to gang rape. പിന്നെ ഇവിടങ്ങളിലൊക്കെ റേപ്പ് ചെയ്യപ്പെട്ടാൽ ഇരയ്ക്കാണ് ശിക്ഷ. കാരണം അവിടുത്തെ നിയമം പൈശാചിക നിയമം അത്രേ. എക്സാമ്പിൾ എത്ര വേണമെങ്കിലും കിട്ടും. CNN-ൽ എക്സാമ്പിൾ എത്ര വേണമെങ്കിലും കിട്ടും. ഫോർബിഡൻ യുഹാൻ കാലണ്ടർ ലിബർട്ടി. CNN-ൽ വന്ന റിപ്പോർട്ട്സ് ഒക്കെ ഒന്ന് റെഫർ ചെയ്താലും, ഒരു നോർവീജിയൻ പെൺകുട്ടിയെ യുവതിയെ റേപ്പ് ചെയ്തിട്ട് ആ യുവതിക്ക് 12 മന്ത്സ് ശിക്ഷ. ഇത് എന്തൊരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാലും സുഡാപ്പികൾക്ക് പറ്റിയ മതം, ക്രൂവൽ റിലീജിയൻ പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ അയാൾ റേപ്പ് ചെയ്യപ്പെട്ട ഏതെങ്കിലും സ്ത്രീകൾ പിന്നെ ഈ നാട്ടിലെ പോലീസിനെ വിളിക്കുമോ? USA-ൽ വിമൻ സെക്യൂരിറ്റി ഇൻഡെക്സിൽ 15ാം സ്ഥാനമാണുള്ളത്. എന്നാൽ UAE-ൽ വിമൻ സെക്യൂരിറ്റി ഇൻഡെക്സിൽ 49ാമത്തെ സ്ഥാനമാണ് പോലും. IAEA നാണക്കേട്. ഒരു നശിച്ച മതം, എന്തൊരു ക്രൂരത, ക്രൂവൽ, എന്തൊരു നാറ്റം പിടിച്ച പൈശാചിക മതം. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്.
Oh, Satani, pulling down stalls. In the name of our one Lord and Savior Jesus Christ, giving thanks to God Father through him, the Savior of the Lord. The girl of Qatif. അടുത്ത എക്സാമ്പിൾ, റേപ്പ് കേസ് കാൾസ് സൗദി ലീഗൽ സിസ്റ്റം ഇൻ ടു ക്വസ്റ്റ്യൻ. ഇവിടെ റേപ്പ് ചെയ്യപ്പെട്ട വ്യക്തി ഗാങ് റേപ്പ് ഇരയ്ക്ക്, അതായത് റേപ്പ് ചെയ്യപ്പെട്ട വ്യക്തിമിനാണ് ശിക്ഷ 80 ചാട്ടവാറടി കിട്ടിയത്. കാരണം പെൺകുട്ടിയുടെ കൂടെ വന്ന മനുഷ്യൻ പെൺകുട്ടിയുടെ ബന്ധുവല്ല പോലും. എന്തൊരു വൃത്തികെട്ട മതം. ഇങ്ങനെയാൽ ഈ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ റേപ്സ് റിപ്പോർട്ട് ചെയ്യുമോ? എന്നിട്ട് അവർ തള്ളുന്നതോ? ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ അടിച്ച് നോക്കിയാൽ മതി. പിന്നെ കേരളത്തിലും പണ്ടൊരു പാർട്ടിക്കാരുടെ കമ്മിറ്റി പറഞ്ഞത് ഇത് ഗ്രേഡ് കുറഞ്ഞ പീഡനമെന്ന്. അതായത് ഈ മുസ്ലിം മതക്കാരുടെ പാരമ്പര്യം അനുസരിച്ചാണ്. കാരണം അവരുടെ നാട്ടിലും കഷ്ടത്തിലും ഒരു പെനട്രേഷൻ നടന്നാൽ മാത്രമേ പീഡനമായി കാണുവാൻ കഴിയൂ. അതായത് ഒരു പെൺകുട്ടിയെ, സ്ത്രീയെ പിടിച്ചാലോ കിസ് ചെയ്താലോ ഒന്നും പീഡനമായി കണക്കാക്കാൻ ഒക്കില്ലെന്നാണ് ഇവരുടെ മതം. എക്സാമ്പിൾ 3. ദ ഇൻസിഡന്റ് ഹാപ്പൻ ടു അത്തേ രജബി സഹാലെ, ഏജ് 16, സെന്റൻസ് ടു ഡെത്ത് ഫോർ ബീയിങ് ഗാങ് റേപ്ഡ്. ഇവിടെയും റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീക്ക്, യുവതിക്ക് നീതി കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഈ പെൺകുട്ടിയെ തൂക്കിക്കൊല്ലുകയും തന്നെ റേപ്പ് ചെയ്തവരെ ശരീഅത്ത് കോർട്ട് വെറുതെ വിടുകയും ചെയ്തു. എന്തൊരു പൈശാചിക കോർട്ടെന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഈ പെൺകുട്ടിക്ക് ഗാങ് റേപ്പ് എന്ന ദുരനുഭവം നേരിട്ടപ്പോൾ ഈ പെൺകുട്ടിക്കും മേൽപ്പറഞ്ഞ ദുഷ്ട ശരീഅത്ത് കോർട്ടിൽ എത്തേണ്ടി വന്നു. തനിക്ക് ഈ ദുരനുഭവം നേരിട്ട് തന്റെ കുഴപ്പം കൊണ്ടാണെന്ന് ഈ പൈശാചിക കോടതി കണ്ടെത്തി. ഇതിൽ കുപിതയായ യുവതി തന്റെ കാലിൽ കിടന്ന ഷൂസ് അഴിച്ചെടുത്ത് ഈ പൈശാചിക ജഡ്ജിയുടെ മുഖത്തിൽ വലിച്ചെറിഞ്ഞു. തുടർന്ന് അവൻ കുപിതനായി ഈ യുവതിയെ ഇവിടെ നോക്കുക. ഇവിടെ ഈ പെൺകുട്ടിക്ക് ഗാങ് റേപ്പ് എന്ന ദുരനുഭവം നേരിട്ടപ്പോൾ ഈ പെൺകുട്ടിക്കും അതുപോലെ തന്നെ എന്താണ്, ഈ പെൺകുട്ടിക്കും മേൽപ്പറഞ്ഞ ദുഷ്ട ശരീഅത്ത് കോടതിയിൽ എത്തേണ്ടി വന്നു. തനിക്ക് ഈ ദുരനുഭവം നേരിട്ടത് തന്റെ കുഴപ്പം കൊണ്ടാണെന്ന് ഈ പൈശാചിക കോടതി കണ്ടെത്തി. ഇതിൽ കുപിതയായ യുവതി തന്റെ കാലിൽ കിടന്ന ഷൂസ് അഴിച്ചെടുത്തു. ഈ പൈശാചിക ജഡ്ജിയുടെ മുഖത്തിൽ വലിച്ചെറിഞ്ഞു. തുടർന്ന് അവൻ കുപിതനായി ഈ യുവതിയെ തൂക്കിക്കൊല്ലുവാൻ പൈശാചികമായി വിധിച്ചു. പിശാചിന്റെ ഓരോ ക്രൂരതയെ, അതായത് ഇരുട്ടിന്റെ മറവിലാണ് ഒരു പെൺകുട്ടിയെ, യുവതിയെ ആരെങ്കിലും റേപ്പ് ചെയ്തെങ്കിലും 4 പുരുഷന്മാർ ഈ സംഭവം കണ്ടെങ്കിൽ മാത്രമേ ഇതിനെതിരെ കേസസ് എടുക്കാൻ പറ്റുകയുള്ളൂ. ഇസ്ലാം മതത്തിൽ 2 months is equal to 1 man എന്നും ഓർക്കണം. ദിസ് ഈസ് ശരിയല്ല, ടോപ്പ് ഇൻസാനിറ്റി. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു 4 പുരുഷന്മാർ ഇത് കണ്ടുകൊണ്ട് നിന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇവർ വന്ന് കോടതിയിൽ വിറ്റ്നസ്സായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാ ജഡ്ജി ചോദിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ആ റേപ്പിൽ നിന്നും ആ യുവതിയെ നിങ്ങളുടെ ബലം ശക്തി ഉപയോഗിച്ച് രക്ഷിച്ചില്ല? IAEA നാണക്കേട്. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ്. ഇനി അടുത്തത് റേപ്പ് ലാസ് ഇൻ പാകിസ്ഥാൻ. വിൽ വി ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ് ബൈ റൂപ ഷബൂർ, എ പാകിസ്ഥാനി കോളേജ് ലെക്ചറർ, പബ്ലിഷ്ഡ് ഓൺ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. അതായത് ഒരു യുവതിയെ പീഡിപ്പിക്കുന്ന ഏതെങ്കിലും 4 പുരുഷന്മാരായാലും പോരാ, അവരെല്ലാവരും 4 മുസ്ലിം പുരുഷന്മാർ തന്നെ ആയിരിക്കണം. ഇപ്പോൾ അന്യമതത്തിൽപ്പെട്ടവരോ ക്രിസ്ത്യൻസോ സാക്ഷ്യം പറഞ്ഞാൽ പോരാ, 4 മുസ്ലിം പുരുഷന്മാർ തന്നെ ആയിരിക്കണം. അന്യമത പുരുഷനോ ക്രിസ്ത്യൻ വിറ്റ്നസോ ആണെങ്കിൽ അവരെ ശിക്ഷിക്കുവാനുള്ള വകുപ്പുകൾ വേണമെങ്കിൽ ഈ പൈശാചിക കോർട്ട് പുറപ്പെടുവിക്കും. നാണം കെട്ട, ശപിക്കപ്പെട്ട, തകരുവാൻ പോകുന്ന നിയമം. ഈ നിയമം വരുവാൻ കാരണം മുഹമ്മദ് എന്ന കള്ളപ്രവാചകന്റെ ചില സ്വാർത്ഥ താല്പര്യം അത്രേ. അതായത് മുഹമ്മദിന്റെ ഇഷ്ടഭാര്യ ഐഷ ഒരു യുവാവുമായി സഫ്വാൻ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നു. 2 പുരുഷന്മാർ വന്ന് ഇത് മുഹമ്മദിനോട് റിപ്പോർട്ട് ചെയ്യുന്നു. ഉടനെ മുഹമ്മദ് ഒരു ആയത്തങ്ങ് ഇറക്കി കൊടുക്കുകയാണ്. 2 അല്ല 4 സാക്ഷികൾ വേണമെന്ന്. 4 പേരുടെ സാക്ഷ്യം ഇല്ലാതെ ഒരു കുറ്റവും അംഗീകരിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്തവരെ ചാട്ടവാർ കൊണ്ടടിക്കാൻ ഈ ക്രൂര മുഹമ്മദ് കൽപ്പിക്കുന്നു. കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ, പണ്ടായിരുന്ന എക്സ് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയന്റെ ക്രൂക്കഡ് ആൻഡ് ക്രൂവൽ സ്വഭാവം പോലെയുണ്ട് അല്ലേ വായനക്കാരെ? പണ്ടത്തെ ചീഫ് മിനിസ്റ്ററാണ് പിണറായി വിജയൻ, ഇപ്പോഴത്തെ വി ഡി സതീശനാണ്. വി ഡി സതീശൻ എങ്ങനെയായിരിക്കും കണ്ടറിയാം. അതുകൊണ്ട് വി ഡി സതീശ ഇതുപോലൊന്നും ചെയ്യരുത്. അവരെന്തുകൊണ്ട് അതിന് 4 സാക്ഷികളെ കൊണ്ടുവന്നില്ല? എന്നാൽ അവരെ സാക്ഷികളെ കൊണ്ടുവരാത്തതിനാൽ അവർ തന്നെയാകുന്നു അള്ളാഹുവിങ്കൽ വ്യാജവാദികൾ.
24:13 സൂറ. വി ഡി സതീശ് ഇതെങ്കിലും കണ്ടെന്ന് ഗുണം പിടിച്ച് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് ക്രൈസ്റ്റിന്റെ രക്ഷയിൽ പ്രവേശിക്കുവാൻ ക്രിസ്തേഷ്യന്റെ കൃപയിൽ എന്ത് ചെയ്യുന്നു, വെൽക്കം ചെയ്യുന്നു, ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകും. ക്രിസ്തേസിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. അതായത് ഓ റിച്ചഡ് മാൻ ദാറ്റ് ടൈം ഹൂ ഷാൽ ഡെലിവർ മീ ഫ്രം ദ ബോഡി ദിസ് ഡെത്ത്. നൗ ദർ ഈസ് നോ മോർ കണ്ടംനേഷൻ ദോസ് ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ദ ലവ് ദി സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ആസ് സെറ്റ് മീ ഫ്രീ ഫ്രം ദ ലവ് സിൻ ആൻഡ് ഡെത്ത്. നമുക്ക് സങ്കീർത്തനം 136 വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സങ്കീർത്തനം 136 വായിച്ചിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. O give thanks unto the Lord, for he is good, for his mercy endureth forever. O give thanks unto God of gods, for his mercy endureth forever. O give thanks to the Lord of lords, for his mercy endureth forever. To him who alone doeth great wonders, for his mercy endureth forever. To him that by wisdom made the heavens, for his mercy endureth forever. To him that stretched out the earth above the waters, for his mercy endureth forever. To him that made a great light, for his mercy endureth forever. The sun to rule by day, for his mercy endureth forever. The moon and stars rule by night, for his mercy endureth forever. To him that smote Egypt in their firstborn, for his mercy endureth forever. And brought out Israel from among them, for his mercy endureth forever. With a strong hand and with a stretched out arm, for his mercy endureth forever. To him which divided the Red Sea into parts, for his mercy endureth forever. And made Israel to pass through the midst of it, for his mercy endureth forever. But overthrew Pharaoh and his host in the Red Sea, for his mercy endureth forever. To him which led his people through the wilderness, for his mercy endureth forever. To him which smote great kings, for his mercy endureth forever. And slew famous kings, for his mercy endureth forever. Sihon king of king of the Amorites, for his mercy endureth forever. Sihon king of the Amorites, for his mercy endureth forever. And Og the king of Bashan, for his mercy endureth forever. And gave their land for an heritage, for his mercy endureth forever. Even an heritage unto Israel his servant, for his mercy endureth forever. Who remembered us in our low estate, for his mercy endureth forever. And hath redeemed us from our enemies, for his mercy endureth forever. Who giveth food to all flesh, for his mercy endureth forever. O give thanks unto God of heaven, for his mercy endureth forever. Pulling down of. അപ്പോൾ ക്രൈസ്റ്റ് ജീസസിന്റെ കൃപയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ധാരാളമായിട്ട് സന്തോഷിക്കാൻ പറ്റും. എവരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് എവരി പെർഫെക്റ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം അബവ് ദ ഫാദർ ഓഫ് ലൈറ്റ്സ്, ലിവിംഗ് ഗോഡ് ഹൂ ഗീസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. നമുക്ക് ക്രിസ്തീശന്റെ കൃപയിൽ ആശ്രയിക്കാം. കേരളത്തിൽ ഇപ്പോൾ കാലവർഷം തുടങ്ങിയതുപോലത്തെ അനുഭവമാണ്. കുണ്ടാങ്കട വാറ്റിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ക്രൈസ്റ്റ് ജീസസിന്റെ കൃപയിൽ നമുക്ക് ധാരാളമായിട്ട് ആശ്രയിക്കാം. താങ്ക് യു വൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ സേവിംഗ് മീ ഫ്രം ആൾ മൈ deadly diseases in the name of our Lord Jesus Christ. Giving thanks to God the Father and the Savior, the Lord, pulling down our strongholds. God is not the other of confusion but of peace. Our Lord Jesus Christ, He Himself took our infirmities and bore our sicknesses. By His stripes we are healed, pulling down our strongholds. അതുകൊണ്ട് സഹോദരന്മാരെ, ജീസസ് തൻ ദേഹം തിരച്ചിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയെ തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാവിരോധനം നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം ആശുപെട്ടുന്ന വിശ്വാസത്തിന്റെ പൂർണ്ണശുണ്ട് പരമാർത്ഥത്തോടെ അടുത്ത് ചെല്ലുക. ക്രൈസ്റ്റ് ജീസസിന്റെ കൃപയിൽ നമുക്ക് ധാരാളമായിട്ട് ആശ്രയിക്കാം. ക്രൈസ്റ്റ് ജീസസ് നമ്മളെ സഹായിക്കട്ടെ. പിന്നെ ലാലോയിസിന്റെ ഭാഷയെ പറഞ്ഞെന്താണ്, നാം ഇനി അടിമത്തിൽ കൂടി വരുന്നത് പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ് ക്യാൻസർ ഓൺ ഇമേജിനേഷൻസ്. ലാലോയിസിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ലാലോലിസിന്റെ ഭാഷയിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, പേഴ്സണലായിട്ട് പറയുക, ഈ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിനെയൊക്കെ ഒന്ന് നമ്മൾ അകറ്റി നിർത്തി അതിനോട് പോരാടി നമുക്ക് ജയമെടുക്കാൻ പറ്റും. നാം ഭാരപ്പെടാ ജീവിക്കാം. മൈ യോക്കി സീസി ആൻഡ് മൈ ബർഡൻ ഈസ് ലൈറ്റ്. എവരി ജമാഅത്തെ ഇസ്ലാമി ആൻഡ് എവരി മുസ്ലിം ലീഗ് ആക്ടിവിറ്റീസ് ബി ബ്രോക്കൺ, ബി ക്യാൻസൽ ആൻഡ് ബി ഡിസ്ട്രോയ്ഡ് കംപ്ലീറ്റ്ലി ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഗിവിംഗ് താങ്ക്സ് ടു ഫാദർ ദ സേവിയർ ദ ലോർഡ്. എരിഹോ മതിലിനെതിരെ ഇസ്രായേൽ മക്കൾ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ശത്രു നിലം പതിക്കുമെന്ന് വിശ്വസിക്കാം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഒരു പാട്ടുപാടി നമുക്ക് ചിന്തിക്കാം. അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ വേർഡ് ഓം എന്നുള്ള മാറ്റിയിട്ട് നമുക്ക് ലോഡ് നാക്കിയാൽ മതി. പ്രകൃതിയും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അവർ ഉള്ളോടെ ജീസസ് ക്രൈസ്റ്റ് ആയതുകൊണ്ട് ക്രൈസ്റ്റ് ജീസസിന് ഗ്ലോറി കൊടുക്കാൻ നമുക്ക് ആസാനീസെ കഴിയും, നിഷ്പ്രയാസം കഴിയും, വിത്തൗട്ട് എനി ബർഡൻ കഴിയും. ഭ്രമണപഥം വഴി
പുള്ളിംഗ് ഡോൺ സ്റ്റോൾസ് ക്യാൻസിനോട് ഇമേജിനേഷൻസ് നാമിനെ അടിമത്തിൽ കൂടി ഒരു ദാസ്ത്രീ ബീസ്റ്റു പുള്ളിംഗ് ഡോൺ സ്റ്റോൾസ് ക്യാൻസിനോട് ഇമേജിനേഷൻസ് അസ്ത്രീ ബീസ്റ്റു ഭ്രമണപദം വഴി ദ്രുതചലനങ്ങളാൽ സൂര്യനെ ചുറ്റുമ്പോൾ ഭൂഹൃദയത്തിൻ സ്പന്ദനതാളം പ്രാർത്ഥന ചൊല്ലുന്നു ലോ ലോ. നമുക്ക് ക്രൈസ്റ്റ് ജീസസ് who has delivered us from so great a death and doth deliver, in who trust that you will let deliver us എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നേറാം. as free peace to you.